നമസ്കാരം. പൊതുമാപ്പിന്റെ ഗുണഭോക്താക്കളായി പ്രവാസികൾ. വിസ നിയമലംഘനത്തിന്റെ പേരിൽ അഴിയെണ്ണുമെന്ന് ഭയന്നിരുന്നവർ ഇന്ന് സന്തോഷത്തിലാണ്. നാട്ടിലുള്ള അവരുടെ ഉറ്റവരും ഉടയവരും അതിലധികം സന്തോഷത്തിൽ. മനഃപൂർവ്വമല്ലാത്ത വിസ കാലാവധി കഴിഞ്ഞ് പ്രവാസികൾ അവിടെ തങ്ങിപ്പോയത് എങ്ങനെയും നാലുകാശ് സമ്പാദിച്ച് നാട്ടിലെ കഷ്ടപ്പാട് തീർക്കാൻ മാത്രമായിരുന്നു. പക്ഷെ നിയമക്കുരുക്കിൽപ്പെട്ട് പുറത്തിറങ്ങാനാകാതെ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞിരുന്നവർക്ക് പൊതുമാപ്പ് വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. UAE-യിൽ ഈ മാസം തുടക്കം മുതൽ നടന്നുവരുന്ന പൊതുമാപ്പ് നിരവധി പേരാണ് പ്രയോജനപ്പെടുത്തിയത്. ഇതിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ്. സുരക്ഷിതമായൊരു സമൂഹത്തിലേക്ക് എന്ന പേരിൽ ഒക്ടോബർ 31 വരെ നടക്കുന്ന പൊതുമാപ്പ് ക്യാമ്പയിനിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സേവനങ്ങളുടെ 3 ആഴ്ച പിന്നിടുമ്പോൾ പലയിടത്തും ഉയർന്ന ശതമാനത്തിലാണ് വിസ നിയമലംഘകർ ഇത് ശരിയാക്കാനെത്തുന്നത്. പിഴയൊന്നും കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനും താമസം നിയമവിധേയമാക്കാനും കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. അവസാനമായി 2018-ലാണ് വിസ നിയമലംഘകർക്ക് UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. അവസാനം വരെ കാത്തു നിൽക്കാതെ പൊതുമാപ്പിന്റെ പ്രയോജനങ്ങൾ ഏറ്റവും വേഗത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് നാടുകടത്താൻ വിധിക്കപ്പെട്ടവർക്കും രാജ്യത്തിനു പുറത്തുള്ള നിയമലംഘകർക്കും പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ലെന്നും UAE അധികൃതർ എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തുള്ള അനധികൃത താമസക്കാർക്കും മാത്രമേ പൊതുമാപ്പ് ലഭിക്കൂ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവരുടെ ക്രിമിനൽ ഫയലുകളിൽ തീർപ്പുണ്ടാകുന്നതുവരെ പൊതുമാപ്പിനും ഇളവുകൾക്കും അർഹരല്ല. ഓഗസ്റ്റ് 31 വരെയുള്ള നിയമലംഘകർക്കാണ് പൊതുമാപ്പ് ആനുകൂല്യം. ഏതു തരം വിസ കാലാവധി കഴിഞ്ഞവർക്കും സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർക്കും രേഖകളില്ലാതെ UAE-യിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കും പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. പൊതുമാപ്പിലൂടെ രാജ്യം വിടുന്നവർക്ക് പ്രവേശന വിലക്കില്ലെന്നും പുതിയ വിസയിൽ തിരിച്ചു വരാമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. UAE സർക്കാർ നടത്തുന്ന 4ാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത്. 6 വർഷം മുൻപായിരുന്നു അവസാനത്തേത്. 2018 ഓഗസ്റ്റിന് ആരംഭിച്ച് ഡിസംബർ 31 വരെ നീണ്ടുനിന്ന പൊതുമാപ്പിൽ ഇന്ത്യക്കാരടക്കം ഒട്ടേറെ പ്രവാസികൾ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആദ്യം ഒക്ടോബർ 31 വരെയായിരുന്നു കാലാവധി നിശ്ചയിച്ചതെങ്കിലും പിന്നീട് ഇത് 2 മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. പ്രധാന വിസ ലംഘനങ്ങൾ ഇനി പറയുന്നവയാണ്: ഓവർസ്റ്റേയിങ്, നിയമവിരുദ്ധമായ തൊഴിൽ, റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കൽ എന്നിവ. ഓവർസ്റ്റേയിങ് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നതാണ്. ഇത്തരം നടപടികൾ കനത്ത പിഴയിലേക്കും നാടുകടത്തലിലേക്കും നയിച്ചേക്കും. വിസകൾ അനുവദിച്ചിരിക്കുന്ന സമയത്തിനകം പുതുക്കുകയും നിയമങ്ങൾ പാലിക്കുകയും വേണം. നിയമവിരുദ്ധമായ തൊഴിലെന്ന് പറയുന്നത് സാധുവായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. ഇത് തൊഴിലുടമയെയും ജീവനക്കാരനെയും പ്രതിസന്ധിയിലാക്കും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ UAE നിയമപ്രകാരം നാടുകടത്താനും കൂടാതെ തൊഴിലുടമയ്ക്ക് മേൽ കനത്ത പിഴയും ചുമത്തും. ഇനി റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കലിനെ കുറിച്ച് പറഞ്ഞാൽ, റെസിഡൻസി പെർമിറ്റുകൾ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കേണ്ടത് താമസക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ കാലതാമസമുണ്ടായാൽ നാടുകടത്തലിലേക്ക് നയിച്ചേക്കാം. മരുഭൂമിയിൽ അറബിപ്പൊന്നു വാരുകയാണ് ഗൾഫ് മലയാളി എന്നാണ് നാട്ടുകാരുടെ വിചാരം. കിടക്കാടം മുതൽ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് വിസ സമ്പാദിച്ച് കടൽ കടക്കുന്നത്. എന്നാൽ അക്കരെ എത്തിയപ്പോഴോ ദുരിതത്തിന്റെ നടുക്കടലിൽ വീണ അവസ്ഥ. കുറെ പേർ രക്ഷപ്പെട്ടെന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ ഭൂരിഭാഗത്തിന്റെയും സ്ഥിതി അങ്ങനെയൊന്നുമല്ല. പൊതുമാപ്പ് പോലെയുള്ള വിശാല മനസ്ഥിതിയുള്ള സൗജന്യങ്ങൾ എക്കാലവും ആവർത്തിച്ചെന്നു വരില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവും രാജ്യാന്തര സൗഹൃദവുമാണ് ഇത്തരം ഉദാര തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഒരു രാജ്യത്തെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രവാസികൾ തങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ ജാഗരൂകരായിരിക്കണം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.